ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു വളരെ യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DIY കവായി ജേർണൽ സപ്ലൈസ്. നമ്മളിൽ പലരും ഇൻക്ലൂഡിങ് മീ, ഞാനും അതേപോലെ ഒരുപാട് പേര് ജേർണൽ സപ്ലൈസ് ഇല്ല, അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് ജേർണൽ ചെയ്യാതിരിക്കുന്നുണ്ട്. ഐ നോ ദാറ്റ്. നമുക്ക് സ്വന്തമായിട്ട് ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കി നോക്കൂടെ? ഇറ്റ്സ് റിയലി സിമ്പിൾ. ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു. തുടക്കത്തിലൊക്കെ ഞാൻ ഒരുപാട് ഇൻ്റർനാഷണൽ പേജസിലൊക്കെ പോയിട്ട് ജേർണൽ സപ്ലൈസ് വാങ്ങാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് അതിൻ്റെ പ്രൊഡക്റ്റിന് വരുന്നേക്കാളും കൂടുതലായിരിക്കും ഷിപ്പിംഗ് ചാർജ്. സ്റ്റേഷനറി, പാൽ, ജേർണൽസ് ഇതിന്നൊക്കെ ഞാൻ ഒരുപാട് പ്രൊഡക്ട്സ് വാങ്ങാൻ നോക്കിയിട്ടുണ്ട്. ബട്ട് ഷിപ്പിംഗ് ചാർജ് കാണുമ്പോൾ ഞാനത് വേണ്ടാന്ന് വെക്കും. ഏകദേശം ഞാൻ +1 പഠിക്കുമ്പോൾ, വിച്ച് ഈസ് 4 വർഷം മുമ്പൊക്കെ. ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് മീഷോയിലും അല്ലാതെയും എല്ലായിടത്തും ജേർണൽ സപ്ലൈസ് ഒക്കെ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. ഇപ്പോൾ പിന്നെ ആൾക്കാർ കൂടുതലും മീഷോന്നും ഒക്കെ ജേർണൽ സപ്ലൈസ് വാങ്ങുന്നുണ്ട്. അങ്ങനെ വാങ്ങി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കിക്കൂടെ? സ്വന്തമായിട്ട് ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പം ജേർണൽ ചെയ്യാൻ മെയിനായിട്ട് വേണ്ടത് പാറ്റേൺ പേപ്പർ, സ്റ്റിക്കേഴ്സ്, വാഷി ടേപ്പ്, സ്റ്റാമ്പ്സ്. അതൊന്നും നിർബന്ധമില്ല. സ്റ്റിക്കേഴ്സും പാറ്റേൺ പേപ്പേഴ്സും ഉണ്ടായാൽ തന്നെ സംഭവം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കി തുടങ്ങി. ഓൾറെഡി ഇൻട്രൊഡക്ഷൻ എടുക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. സോ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പാറ്റേൺ പേപ്പറാണ്. ഇതാണ് ഒരു പാറ്റേൺ. വെറുതെ ഇങ്ങനെ ഗ്രിഡ്സ് വരച്ചു കൊടുക്കുന്നു. പിന്നെ അതിൻ്റെ നടുവിൽ തിന്നായിട്ടുള്ള ലൈൻ കൊണ്ട് വീണ്ടും ഗ്രിഡ് വരക്കുന്നു. അങ്ങനെ ഇത് ഫുള്ള് ഗ്രിഡും ഗീഗം പ്രിൻസൊക്കെ ആയിരിക്കും. സോ അത് കാണുമ്പോൾ നിങ്ങളൊന്നും വിചാരിക്കരുത് കവായി ക്യൂട്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഗ്രിഡ് ലൈൻസ് ഒക്കെ ആണല്ലോ നമ്മുടെ മനസ്സിലോട്ട് വരിക. അപ്പോൾ വീണ്ടും ഒരു യെല്ലോ കളറിൽ ഗ്രിഡ് ലൈൻസ് ആണ് വരച്ചിട്ടുള്ളത്. ഈ കൊച്ചിന് തന്നെ വീണ്ടും ഗ്രിഡ് ലൈൻ വരയ്ക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇത് ചുമ്മാ ഗ്രിഡ് ലൈൻസ് അല്ല ഗൈസ്. ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ കണ്ടോളൂ. ഇതിൽ ഞാൻ കുറച്ച് ചേഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രോബെറിയൊക്കെ അവിടെ ഇവിടെയും റാൻഡായിട്ട് വരയ്ക്കുന്നുണ്ട്. റാൻഡായിട്ട് അവിടെ ഇവിടെയും വരക്കണം എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങിയത്. പക്ഷെ വരച്ച് വന്നപ്പോൾ ആകെ മൊത്തം സ്ട്രോബെറി ആയി. മഴത്തുള്ളി കണക്കിനാണ് സ്ട്രോബെറി. സ്ട്രോബെറിക്ക് മറ്റേ ഇല അരിച്ച് വന്നപ്പോൾ ക്യാരറ്റ് പോലെയായി ഗൈസ്. സംഭവം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല, എൻ്റെ തെറ്റാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഭയങ്കര ഡാർക്ക് ഗ്രീൻ കൊണ്ട് വരച്ചതിൻ്റെ പ്രശ്നമാണെന്ന്. പക്ഷേ സ്ട്രോബെറിൻ്റെ ഇല ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത്. ഇത് ക്യാരറ്റാണ്. സ്ട്രോബെറിക്ക് ഇല വരയ്ക്കുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ ഒരു മുടി പോലെ വരച്ചാൽ മതി. ഇല പോലെ വരയ്ക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഭാഗത്താണ് തെറ്റ്. പിന്നെ കുറച്ച് റിയാലിറ്റിക്ക് വേണ്ടി കുറച്ച് കുത്തുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാത്തിലും. വേണമെന്നില്ല, വെറുതെ. അപ്പോൾ അങ്ങനെ 3 ഈസി പാറ്റേൺ പേപ്പേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ട്യൂലിപ്സൊക്കെ വരച്ചു കൊടുക്കാം. അങ്ങനെ റിഹേഴ്സലൊക്കെ നോക്കിയിട്ട് 2 ബ്രഷ് പെന്നൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ട്രോബെറി വരച്ച പോലെ ആകെ തുലിപ്പുമയം ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇവിടെയും കുറച്ച് ഡോട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എവിടെയൊക്കെ തുലിപ്പ് വരക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വരച്ചു വന്നപ്പോൾ തുലിപ്പൊക്കെ മാറിപ്പോയി. ആകെ എന്തൊക്കെയോ ആയി. പിന്നെ അതിന് സ്റ്റെമ്മും ലീഫൊക്കെ വരച്ചു വന്നപ്പോൾ തുലിപ്പിൻ്റെ ലുക്കൊന്നും ഇല്ലെങ്കിലും ഒരു പൂവിൻ്റെ ലുക്കൊക്കെ ഉണ്ട്. അങ്ങനെ അതാണ് ഗൈസ് അടുത്ത പാറ്റേൺ പേപ്പർ. ഇത് എനിക്കൊരു ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു ഐഡിയ ആണ്. സോ ഞാൻ കീറിയ പേപ്പറാണ് എടുക്കുന്നത്. എനിക്ക് എന്നെ തന്നെ വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ കീറിയ പേപ്പറാണ് എടുത്തത്. ഇതിങ്ങനെ ക്രിസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഗ്രിഡ്സൊക്കെ വരച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. ഞാൻ തൊട്ട് കാണിക്കുന്നുണ്ട്. ഇത് ടൈം ലാപ്സ് ആയതുകൊണ്ട് തുടർന്നൊന്നും മനസ്സിലാകുന്നില്ല. ഒരു ലൈൻ വിട്ടിട്ട് അതിങ്ങനെ കളർ ചെയ്തു ഫിൽ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യത്തെ ലൈൻ വിട്ടു, എന്നിട്ട് 2ാമത്തെ ലൈനിൽ കൊടുത്തില്ല, പിന്നെ 3ാമത്തെ ലൈനിലാണ് കൊടുത്തത്. മനസ്സിലായോ? അതേപോലെ അത്രേ ഉള്ളൂ. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് വരാം. പക്ഷേ ഇത് കംപ്ലീറ്റ് ചെയ്ത് വന്നപ്പോൾ ഈ ലുക്ക് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ ഗൈസ്. ഇനി അടുത്തത് വീണ്ടും കുത്തൊക്കെ ഇടുന്നുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെറീസാണ് ഗൈസ് എൻ്റെ മനസ്സിലുള്ളത്. ചെറിയ ആയോ ഇല്ലേന്ന് നിങ്ങൾ തന്നെ പറയണം. ആക്ച്വലി പറയുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളത് ഈ ചെറിയാണ് ഗൈസ്. കാരണം
2 വട്ടം ഇട്ട് കൊടുക്കുക, റെഡ് വെച്ച് കളർ ചെയ്യുക, പിന്നെ അതിൻ്റെ മുകളിലുള്ള ആ ഒരു അതിൻ്റെ ആ തണ്ടൂടെ വരച്ചു കൊടുക്കുക. സിമ്പിളല്ലേ? ഇത് ഭയങ്കര പ്ലെയിനായിട്ട് എനിക്ക് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് പണി ചെയ്തെന്നത്, ഒന്നുകൂടെ കൊളാക്കാനായിട്ട് അതിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ഹാർട്ടൊക്കെ ഇട്ട് കൊടുത്തു. വേണ്ടായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നി, ബട്ട് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇതാണ് ഗൈസ് നമ്മളുണ്ടാക്കിയ പാറ്റേൺ പേപ്പേഴ്സ്. നമ്മൾ മൊത്തം 6 പാറ്റേൺ പേപ്പേഴ്സ് അങ്ങനെ ഉണ്ടാക്കി. ഇതിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് ആ സ്ട്രോബെറി വൺ ആൻഡ് ഓൾസോ ദാറ്റ് നീല ഗ്രിഡാണ് ഇഷ്ടപ്പെട്ടത്. ഇനി നമുക്ക് കുറച്ച് വാഷി ടേപ്സ് ഉണ്ടാക്കാം. വാഷി ടേപ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു A4 മാത്രം മതി. ഒരു A4 കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വാഷി ടേപ്സ് ഉണ്ടാക്കാൻ പറ്റും. അതിനാദ്യം നമുക്ക് 1 സെൻറ്റിമീറ്ററിൽ ഇങ്ങനെ 1 സെൻറ്റിമീറ്റർ ഇട്ടിട്ട് A4 സ്ട്രിപ്സ് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ മടക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിരിക്കും, കാരണം എല്ലാത്തിൻ്റെയും വിട്ട് ഒരേപോലെ തന്നെ ഉണ്ടാവും. അങ്ങനെ ആദ്യത്തെ പാറ്റേൺ ഓഫ് കോഴ്സ് ഗ്രിഡാണ്. നമ്മൾ എന്ത് ചെയ്താലും അതിലൊരു ഗ്രിഡ് ടച്ച് വരണം. അതങ്ങനെയാണ്, കാരണം ക്യൂട്ട് കവായി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരുന്നത് എന്താ? ഗ്രിഡ്സ്. അപ്പോൾ വാഷി ടേപ്പിലും നമ്മൾ ആദ്യം പരീക്ഷിച്ചത് ഗ്രിഡാണ്. പിന്നെ എനിക്കൊരു ഐഡിയയും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഹാർട്ടാണ് അടുത്ത വാഷി ടേപ്പിൽ വരച്ചു കൊടുക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ ഹാർട്ട്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ വേൾഡ് ഫേമസ് വാഷി ടേപ്പ്, അതായത് ഇതേപോലത്തെ സാധാ ഗ്രിഡ് വാഷി ടേപ്പ്. ഇത് എല്ലാവരുടെയും കണ്ടിട്ടുണ്ടാവും, ഭയങ്കര ഫേമസ് ആണ്. പിന്നെ വരച്ച് മടുത്തപ്പോൾ അതിലോട്ട് പെയിൻറ്റ് ചെയ്യാമെന്ന്, പക്ഷെ അത് പാളിപ്പോയോ എന്നാണ് എൻ്റെ സംശയം. നീല പെയിൻ്റൊക്കെ അടിച്ചു കൊടുത്തിട്ട് അത് ഉണങ്ങാനൊക്കെ വെച്ചിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷം ഞാൻ വൈറ്റ്നർ വെച്ചിട്ട് കുറച്ച് മേഘങ്ങൾ വരച്ചു കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. ആദ്യം വിചാരിച്ചു ഡെയ്സി പൂക്കൾ ഇറക്കാമെന്ന്, ബട്ട് അത് വൈറ്റ്നർ വെച്ച് നടക്കില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ മേഘമാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രോപ്പർ മേഘമൊന്നും ആയില്ല, അവിടെ ഇവിടെയും കുറച്ച് കുത്തൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ അടുത്ത വാഷി ടേപ്പ്. അടുത്തത് വീണ്ടും നമ്മുടെ ഫേവറേറ്റ് നീല കളർ കൊണ്ടാണ് വീണ്ടും ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. പേടിക്കേണ്ട, അത് ഗ്രിഡ് ലൈൻ പാറ്റേൺസ് മാത്രമല്ല, ഇതിലും ഒരു ട്വിസ്റ്റ് ഉണ്ട്. വേറെ നല്ല വൈറ്റ്നർ വെച്ചിട്ട് ഞാൻ അവിടെ ഇവിടെയും കുറച്ച് ഹാർട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ പിൻട്രസ്റ്റിൽ കുറേ ഐഡിയാസ് നോക്കി, ബട്ട് വാഷി ടേപ്പിലുള്ള ഐഡിയാസൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടാണ്. സോ ഞാൻ എൻ്റേതായിട്ടുള്ള ഐഡിയാസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇതന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് പിൻട്രസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഐഡിയാസ് കിട്ടും, അത് വെച്ചിട്ട് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അടുത്തത് ഞാൻ ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് അതിൽ ഫുൾ പിങ്ക് കളറ് ബ്രഷ് പെന്ന് വെച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ഞാൻ സ്ട്രോബെറിയാണ് ഗൈസ് വരയ്ക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇൻട്രസ്റ്റ് ഒരുപാട് നോക്കി, ബട്ട് ഒന്നും നടക്കാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സിലുള്ള ഐഡിയ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയ വെച്ചും ചെയ്യാം. അങ്ങനെ സ്ട്രോബെറിയൊക്കെ വരച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ വീണ്ടും കുത്തും ലീവ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വാഷി ടേപ്പ് സെറ്റ്. ഇനി ഇത് വാഷി ടേപ്പ് ആക്കണമല്ലോ. നിങ്ങൾക്ക് ഇങ്ങനെ വാഷി ടേപ്പ് ആക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഓരോ സ്ട്രിപ്പ് സൂക്ഷിച്ച് വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ അതിന് കീറെടുത്താലും മതി. ഇല്ല, വാഷി ടേപ്പിൻ്റെ ലുക്കിൽ വേണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കട്ടിയുള്ള പേപ്പർ, ഞാൻ അടുത്ത പോലെ നോട്ട്ബുക്കിൻ്റെ പേപ്പർ, നോട്ട്ബുക്കിൻ്റെ പുറത്തുള്ള പേപ്പർ എടുത്താലും മതി. വാഷി ടേപ്പിനനുസരിച്ച് കട്ട് ചെയ്യുക, ഒരറ്റത്ത് ഗ്ലൂ തേക്കുക, ചുറ്റി കൊടുക്കുക. പിന്നെ അത് അഴിഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ചെറിയ സ്ട്രിപ്പ് എടുത്ത് കട്ട് ചെയ്തിട്ട് അത് ഉള്ളിലോട്ട് മടക്കി ഒട്ടിച്ചു കൊടുത്താൽ മതി. പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, നിങ്ങൾ ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ എനിക്കിഷ്ടപ്പെട്ടത് ആ ബ്ലൂ വൺ തന്നെയാണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലേബിൾസാണ്. ലേബിൾസിൽ നമുക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ മാത്രമൊന്നുമില്ല, സിമ്പിളാണ് ഗൈസ്. ആദ്യം തന്നെ ഞാൻ ഒരു പേപ്പർ എടുത്തിട്ട് മടക്കിയിട്ട് അങ്ങനെ റാൻഡമായിട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും ആക്ച്വലി പിൻട്രസ്റ്റ് അല്ല, കുറച്ചൊക്കെ എൻ്റെ ഐഡിയാസും കുറച്ചൊക്കെ പിൻട്രസ്റ്റുമാണ്. താൻ പാതി പിൻട്രസ്റ്റ് പാതി എന്നല്ലേ. കട്ട് ചെയ്ത പേപ്പറിൽ ഞാൻ ചുറ്റും ഗ്രീനൊക്കെ വെച്ച് അടിച്ചു കൊടുത്തിട്ട് കുറച്ച് ഗ്രീൻ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള സ്പേസും ഇടാം. ഇത്
വെറുതെ ഒരു പേപ്പറിൽ ബ്രൗൺ വെച്ച് ഗ്രിഡ് ലൈൻ ചെയ്തിട്ട് ബ്രൗൺ കൊണ്ട് തന്നെ ഇങ്ങനെ വരച്ചു കൊടുത്തേക്കുന്ന ഒരു ഡിസൈനാണ്. എനിക്കത് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഐഡിയ ആണ്, എൻ്റെ സ്വന്തം ഐഡിയ ആണ്. അത് ട്രൈ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. സർവം ബ്ലൂ മയം എന്ന് പറയുന്ന പോലെ എല്ലാത്തിലും ഒരു ബ്ലൂ ടച്ച് വേണം. അതാണ് എൻ്റെ ഒരു പോളിസി. അതാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചുമ്മാ ഇങ്ങനെ വരച്ച് അതിൽ കുറച്ച് സാറ്റേണും സ്റ്റാറൊക്കെ വരച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ അതാ വീണ്ടും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഗൈസ്. ഇതൊക്കെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഇത് ഞാൻ ചുമ്മാ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നു, കളർ ചെയ്യുന്നു, കുറച്ച് സ്ട്രോബെറി ഹാർട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ അടുത്തത് വീണ്ടും ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് മുകളിൽ യെല്ലോ കളർ കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്റ്റിക്കർ ഒട്ടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പടം വരയ്ക്കുകയോ ഒക്കെ ചെയ്താൽ മതി. അപ്പോഴേ ക്യൂട്ടാകുമല്ലോ. ഇതധികം എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനൊന്നുമില്ല, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ലാസ്റ്റ് ചെയ്ത യെല്ലോ വണ്ണാണ് കൂടുതൽ ഇഷ്ടമായത്. ഇനി അടുത്ത നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റാമ്പ്സ് ആണ്. ഇതും അധികം എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, കണ്ട് മനസ്സിലാക്കി ഉണ്ടാക്കേണ്ട സംഭവമാണ്. ഇതിൽ നമ്മൾ നേരത്തെ എടുത്തതിനേക്കാളും ചെറിയ പേപ്പർ എടുത്താൽ മതി. കാരണം സ്റ്റാമ്പ്സ് എന്ന് പറയുമ്പോൾ ചെറിയ സംഭവങ്ങളായിരിക്കുമല്ലോ കൂടുതലും. ഫസ്റ്റ് ഞാനൊരു പേപ്പർ എടുത്തിട്ട് റാൻഡം ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റാമ്പിൻ്റെ ഒരു ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആ കട്ട് ചെയ്ത അതേപോലെ ബ്ലാക്ക് വെച്ചിട്ട് ഔട്ട്ലൈൻ പോലെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് പിങ്ക് വെച്ചിട്ടും കൊടുക്കുന്നുണ്ട്. ഒരു സ്റ്റാമ്പ് റെഡി. പിന്നെ ഇതാ ഈ ഒരു മറ്റേ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആക്ച്വലി. പിന്നെ ഞാനൊരു ടാഗ് പോലെ വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇതൊന്നും അധികം എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, കാണുമ്പോഴേ മനസ്സിലാകും എങ്ങനെയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ അടുത്തത് വീണ്ടും ഞാനൊരു ടിക്കറ്റ് പോലെ, ഇത് ഞാൻ പിൻട്രസ്റ്റിൽ ആക്ച്വലി കണ്ടായിരുന്നു, ഒരു ടിക്കറ്റ് പോലത്തെ ഷേപ്പിലുള്ളത്. ഇത് സിമ്പിളാണ് ആക്ച്വലി, ബട്ട് ഞാൻ ഭയങ്കര ലേസി ആൻഡ് ഓൾറെഡി ലേറ്റായിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്നും എടുത്ത് തീർക്കണം എന്നുള്ള മൈൻഡ് സെറ്റിലായതുകൊണ്ട് അധികം നീറ്റും ക്ലീനൊന്നും ആയിരിക്കില്ല. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അടുത്ത സ്റ്റാമ്പ് ഒരു പോളറോയിഡിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ചുറ്റിനും ഗ്രിഡ് ലൈൻസ് മാത്രം വരച്ചു കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ ഞാനിതാ ഒരു ഹാർട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഫുൾ ഗ്രീൻ വെച്ച് കളർ ചെയ്തിട്ട് ചുറ്റിനും ബ്ലാക്ക് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത്രയേ ഉള്ളൂ ഗൈസ് സ്റ്റാമ്പ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് ആ പോളറോയിഡും ഈ സംഭവമില്ലേ, ഈ ലൈൻസ് വരുന്ന അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി അടുത്ത് നമുക്ക് സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കാനുള്ളത്. സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ആരെയും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ലല്ലോ, ഒരുപാട് ട്യൂട്ടോറിയൽസ് ഇവൻ ഞാൻ തന്നെ ഷോർട്സിൽ ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട് എങ്ങനെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. സോ ഞാൻ ആ ഓൾറെഡി ഇട്ട മെത്തേഡ് ഞാനിവിടെ ഫോളോ ചെയ്യുന്നില്ല. ചുമ്മാ സ്റ്റിക്കർ പിൻട്രസ്റ്റിൽ നോക്കി ട്രേസ് എടുത്ത് വരച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പിന്നെ കട്ട് ചെയ്ത് ഒട്ടിക്കുന്നു. അങ്ങനെ ഞാൻ ചെയ്യുന്നുള്ളൂ. അല്ലാതെ പീൽ ചെയ്തെടുക്കുന്ന പോലത്തെ സ്റ്റിക്കേഴ്സ് ഉണ്ട്, അത് ഞാൻ ഓൾറെഡി ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. അങ്ങനെയും ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്റ്റിക്കർ ചുമ്മാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് പുറകിൽ ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് നമ്മൾ ഉണ്ടാക്കിയത്. സ്റ്റിക്കേഴ്സ്, വാഷി ടേപ്പ്, പാറ്റേൺ പേപ്പേഴ്സ്,
സ്റ്റാമ്പ്സ് ആൻഡ് ടേബിൾസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ജേണൽ ചെയ്താലോ? അത്രയും പെർഫെക്റ്റ് ജേണലാണെന്നൊന്നും ഞാൻ പറയില്ല, കാരണം നമ്മൾ ഉണ്ടാക്കിയ തട്ടിക്കൂട്ട് സാധനങ്ങൾ വെച്ചിട്ട് ഉള്ളൊരു കുട്ടി ജേണൽ. അപ്പം നിങ്ങൾ തന്നെ കണ്ടോളൂ ഗൈസ്. അപ്പോൾ ഇനി ആരും ജേണൽ സപ്ലൈസ് ഇല്ല എന്നൊന്നും പറഞ്ഞ് ജേണൽ ചെയ്യാതിരിക്കരുത്. എല്ലാവരും സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് ജേണൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സപ്ലൈസ് വെച്ചിട്ട് ഉണ്ടാക്കിയ നമ്മുടെ ജേണൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.